നിന്നുള്ള പ്രധാന വാർത്തകളിലേക്ക്. ബഹ്റൈൻ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ തിയാബ് ബിൻ സഖർ അൽ നുഐമി US നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ USS നിമിറ്റ്സ് സന്ദർശിച്ചു. ഇതിന്റെ ഭാഗമായി കപ്പലിന്റെ പ്രവർത്തനങ്ങൾ, കഴിവുകൾ, നിയുക്ത ദൌത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം അദ്ദേഹത്തിന് നൽകിയിരുന്നു. തുടർന്ന് അദ്ദേഹം കപ്പലിന്റെ ഭാഗങ്ങൾ, നൂതന സംവിധാനങ്ങൾ, ആധുനിക നാവിഗേഷൻ ഉപകരണങ്ങൾ എന്നിവ പരിശോധിക്കുകയും ചെയ്തു. റോയൽ ബഹ്റൈൻ നാവികസേനയും US നാവികസേനയും തമ്മിലുള്ള സഹകരണം ബഹ്റൈനും അമേരിക്കയും തമ്മിലുള്ള ശക്തവും ദീർഘകാലവുമായി ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ലഫ്റ്റനന്റ് ജനറൽ അൽ നുഐമി ചൂണ്ടിക്കാട്ടി. വിവിധ മേഖലകളിലായി, പ്രത്യേകിച്ച് സൈനിക പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തത്തിൽ നിന്നാണ് ഇത്തരം സഹകരണം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി ബഹ്റൈനിലെ പ്രവാസികൾ. ഇന്ത്യൻ എംബസിയിൽ നാളെ രാവിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് പതാക ഉയർത്തും. ഇന്ത്യൻ ക്ലബ്ബ്, ബഹ്റൈൻ മീഡിയ സിറ്റി, ബഹ്റൈൻ കേരളീയ സമാജം, KCA തുടങ്ങി വിവിധ പ്രവാസി സംഘടനകളും നാളെ രാവിലെ പതാക ഉയർത്തൽ ചടങ്ങും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളും സംഘടിപ്പിക്കും. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സൽമാനിയ ബ്ലഡ് ബാങ്കിന്റെ ജീവൻ രക്ഷിക്കാനുള്ള മഹത്തായ ദൌത്യത്തെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 12:30 വരെ സൽമാനിയ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 9ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പേര് സജിത്ത് വെള്ളിക്കുളങ്ങര കൺവീനർ 36270501 എന്ന നമ്പറിലോ വിനീഷ് വിജയൻ ജോയിന്റ് കൺവീനറിനെ 39164624 എന്നീ നമ്പറുകളിലും ഫോണും പേരും നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ kpfbahrain@gmail.com എന്ന ഇമെയിൽ വഴിയും രജിസ്ട്രേഷൻ നടത്താം. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് സ്റ്റീവ്സൺ, ജനറൽ സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ അറിയിച്ചു. 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും സ്റ്റീവ്സണിനെ 39069007 എന്ന നമ്പറിലോ സുനിൽ ബാബുവിനെ 33532669 എന്ന നമ്പറിലോ ജിഷന രഞ്ജിത്തിനെ 35572550 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. PMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ GSS പൊന്നോണം 2025 നാളെ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് തുടക്കമാകും. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ വിവിധ ദിവസങ്ങളിൽ കുടുംബാംഗങ്ങൾക്കായി കേരളീയ തനിമ എന്ന പേരിൽ ഓണപ്പുടവ മത്സരം, പായസ മത്സരം, അത്തപ്പൂക്കള മത്സരം, കൂടാതെ വഞ്ചിപ്പാട്ട്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച നടക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയോടുകൂടി ഈ വർഷത്തെ ഓണപരിപാടികൾ സമാപനം കുറിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിനോദ് വിജയൻ ജനറൽ കൺവീനറായും ശിവകുമാർ വാസുദേവൻ, ബിസ്മിരാജ് എന്നിവർ കൺവീനർമാരായും നേതൃത്വം നൽകുന്ന ഓണാഘോഷ പരിപാടിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ സതീഷ് കുമാർ, ദേവദത്തൻ എന്നിവർ ജനറൽ കോർഡിനേറ്റർമാരായും പ്രവർത്തിക്കും.
ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പൌരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ചർച്ചാ സദസ്സും നടക്കും. സംഗമത്തിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് പ്രവാസി വെൽഫെയർ സെക്രട്ടറി CM മുഹമ്മദ് അലി അറിയിച്ചു. SKSS ഓഫ് ബഹ്റൈൻ സ്വാതന്ത്ര്യ ചത്തുരം 2025 പങ്കെടുക്കുന്നതിനായി നാട്ടിൽ നിന്നെത്തിയ സുപ്രഭാതം റെസിഡന്റ് എഡിറ്റർ സത്താർ പന്തല്ലൂർ സാഹിബിന് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സമസ്ത ബഹ്റൈൻ SKSS ഓഫ് കേന്ദ്ര ഏരിയ നേതാക്കൾ പങ്കെടുത്തു. നാളെ ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച രാത്രി 8:30 മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സ്വാതന്ത്ര്യ ചത്തുരം പരിപാടിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിക്ക് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം 11ാമത് BMBF ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് 2025 എന്ന കർമ്മ പദ്ധതി ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച ടുബ്ലി അൽ റാഷിദ് തൊഴിൽ മേഖലയിൽ വിവിധ ആഘോഷങ്ങളോടുകൂടി തുടക്കമാവും. തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും പുറമെ ത്രിവർണ്ണ കളറിലുള്ള ഐസ്ക്രീം, എനർജി ഡ്രിങ്ക് തുടങ്ങി വിവിധ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ബഹ്റൈനിൽ അത്യുഷ്ണകാലത്ത് തൊഴിലാളികൾക്കിടയിൽ BMBF നടത്തിവരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിമാനമുളവാക്കുന്നുവെന്ന് മലയാളി ബിസിനസ് ഫോറം ഭാരവാഹികളും വളണ്ടിയേഴ്സ് ടീമും അറിയിച്ചു. IYCC ബഹ്റൈൻ യൂത്ത് ഫെസ്റ്റ് 2025 ഓഗസ്റ്റ് 21 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവജനങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ IYCC സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുവഗായകൻ ഹനാൻ ഷായുടെ സംഗീത പരിപാടിയാണ് യൂത്ത് ഫെസ്റ്റിന്റെ പ്രധാന ആകർഷണം. ഹനാൻ ഷായോടൊപ്പം ബഹ്റൈനിലെ കലാകാരന്മാരും പരിപാടികൾ അവതരിപ്പിക്കും. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഇമാൻ ഹസൻ ഷവൈറ്റർ MP മുഖ്യ അതിഥിയായും പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLA യൂത്ത് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് മുഖ്യപ്രഭാഷണം നടത്തും. IOC ചെയർമാൻ മുഹമ്മദ് മൻസൂർ, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, KMCC പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യം പരിപാടിക്ക് മുഖവേകും. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിർ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂഡ്, യൂത്ത് ഫെസ്റ്റ് ആക്ടിംഗ് ജനറൽ കൺവീനർ ബേസിൽ നെല്ലിമറ്റം തുടങ്ങി നിരവധി പേരുടെ നേതൃത്വത്തിലാണ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. യൂത്ത് ഫെസ്റ്റിവൽ 2025 ബഹ്റൈനിലെ മുഴുവൻ കലാസ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള. ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. രാജ്യം നാളെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് രാജ്യ തലസ്ഥാനം. കനത്ത സുരക്ഷാ വലയത്തിലാണ് ദില്ലി. ദില്ലിയിലെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2047 വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പ്രമേയം ന്യായ ഭാരത് എന്നതാണ്. രാജ്യത്തിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള കുതിപ്പ് ന്യായ ഭാരതിൽ അധിഷ്ഠിതമാക്കി കൂടുതൽ പുരോഗതിയിലേക്ക് എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വിജയവും സ്വാതന്ത്ര്യദിനത്തിൽ ആഘോഷിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ ജ്ഞാൻപഥിൽ പ്രദർശിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രതീകവൽക്കരിക്കും. പുഷ്പാലങ്കാരവും ഉണ്ടാകും. ന്യായഭാരതിനെ ചിത്രീകരിക്കുന്ന ചിനാ പാലത്തിന്റെ വാട്ടർമാർക്കുള്ള ക്ഷണപത്രികകളാണ് അയച്ചിട്ടുള്ളത്. 5000 പ്രത്യേക അതിഥികളാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുക. 1500 പേർ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ഉള്ളവരാണ്. സ്വാതന്ത്ര്യദിന വൈകിട്ട് രാജ്യത്തെ 140 ഇടങ്ങളിൽ വിവിധ സൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഗീത ബാൻഡുകളുടെ പ്രകടനവും നടക്കും.
79ാം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു 1947 സ്വാതന്ത്ര്യം വീണ്ടെടുത്ത ശേഷം നാം ജനാധിപത്യത്തിന്റെ പാദത്തിൽ സഞ്ചരിച്ചുവെന്നും നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഭാവി നിർണയിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനയും ജനാധിപത്യവുമാണ് നമുക്ക് എല്ലാത്തിനേക്കാളും വലുത്. അത്യുത്സാഹത്തോടെയാണ് നാം സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം മുതലായവ കൊണ്ടാടുന്നത്. ഇത്തരം ആഘോഷ ദിനങ്ങൾ അഭിമാനമുള്ള ഇന്ത്യക്കാരനെന്ന നമ്മുടെ സ്വത്വത്തെ ഓർമ്മിപ്പിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജമ്മു കശ്മീരിലെ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും മരണസംഖ്യ ഉയർന്നു. കിഷ്ത്വാറിലെ ദുരന്തത്തിൽ 40 പേർ മരിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 സിവിൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടു. 220 പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30ഓടെയാണ് കിഷ്ത്വാറിലെ ചഷോതി മേഖലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. മച്ചയിൽ മാതാ തീർത്ഥപാതയിലാണ് അപകടമുണ്ടായത്. തീർത്ഥാടകർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഒരുക്കിയിരുന്ന താൽക്കാലിക ടെന്റുകൾ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അപകട സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരും ഉറപ്പു നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കേരള സംസ്ഥാനതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നാളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും സായുധരല്ലാത്ത മറ്റ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയവരുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങളും അവതരിപ്പിക്കും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.